പ്പെട്ടതാണ് നമ്മൾ ആ രക്ഷാദൗത്യത്തിലേക്കാണ് പോവുകയും ചെയ്യേണ്ടത്. നമ്മളിനി അർജുനായുള്ള തെരച്ചിൽ അത് എത്രമാത്രം സമയം കൂടി എടുക്കുമെന്നുള്ള ആകാംക്ഷ മാത്രമാണുള്ളത്. എനിക്ക് തോന്നുന്നു ബൈജുവിന് അങ്ങോട്ട് പോകേണ്ടതുണ്ട്. ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം കൂടി പോയി തുടങ്ങും. ഇപ്പോൾ ഒരു 8-9 മണിക്ക് ഇന്നലെ നമ്മൾ സംസാരിച്ചു. എന്തായാലും പ്രതീക്ഷ തന്നെയാണല്ലോ അത് ഇപ്പൊ നമ്മളെ വണ്ടി വീണ സമയത്ത് നമുക്കൊരു ജാക്കറ്റ് ഇട്ടുണ്ട്. ആ സമയത്ത് ആദ്യ സ്ഥലത്തിൽ ഞങ്ങൾ ഇപ്പൊ നോത്തിയെടുക്കുക. ഇന്നലെ അവശിഷ്ട ഭാഗം കിട്ടിയ ആ സ്ഥലത്ത് തന്നെ ആയിരിക്കുമല്ലേ നമുക്ക് ഇന്ന്? കണ്ടിപ്പാ ഇന്ന് ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്നുള്ളത് അല്ലേ? ശരി. ഇന്ന് അവിടെ തന്നെ പോകും. ഒരു 9 മണിക്ക് നമ്മൾ തുടങ്ങും. ഇതാണ് മൽപ്പയാണിപ്പോൾ നമ്മളോട് സംസാരിച്ചത്. മൽപ്പയാണിപ്പോൾ നമ്മളുടെ ഏരിയയിലേക്ക് വന്നിട്ടുള്ളത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട 3 പേരെയാണ് നമ്മൾ ന്യൂസ് 18 ഇന്ന് രാവിലെ തന്നെ അവരുടെ പ്രതീക്ഷകളാണ് നമ്മൾ പങ്കുവച്ചത്. മൽപ്പ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് പോകുന്നതിന് മുമ്പാണ് ന്യൂസ് 18നോട് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. വലിയ പ്രതീക്ഷയുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അല്പസമയത്തിനകം നമ്മളും മൽപ്പയുടെ കൂടെ ആ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഏതായാലും ഇന്നത്തെ പ്രതീക്ഷ ഇവരുടെ പ്രതീക്ഷ എല്ലാം തന്നെ ഇന്ന് ഒരുപാട് പേർ കാത്തിരിക്കുന്ന ആ 29 ദിവസമായി നമ്മൾ കാത്തിരിക്കുന്ന ആ ദിവസം അത് ഇന്നായിരിക്കുമോ? നിർണായകമായ മണിക്കൂറുകളായിരിക്കും ഇനി വരാൻ പോകുന്നത്. 8:30 കൃത്യം മൽപ്പയുടെ വാഹനമാണ് ഇപ്പോൾ നമുക്ക് അരികിൽ കാണുന്നത്. മൽപ്പ അദ്ദേഹത്തിന്റെ വാഹനവുമായാണ് എത്തിയിരിക്കുന്നത്. ഇതിലെല്ലാ സംവിധാനങ്ങളും ഈ തെരച്ചിലിന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും മൽപ്പയുടെ ടീം ഇവിടെ തയ്യാറായിരിക്കുന്നു. അർജുന്റെ അരികിലേക്ക് ഇത്തരത്തിൽ പുറപ്പെടാൻ അവരാണ് നമുക്ക് ഇന്ന് രാവിലെ തന്നെ ആ കാര്യങ്ങളൊക്കെ പങ്കുവച്ചത്. ജിതിനും ഈ കാര്യങ്ങൾ പങ്കുവച്ചു, മനാഫും പങ്കുവച്ചു. ഏതായാലും നമ്മളും ന്യൂസ് 18 സംഘവും കൃത്യമായ ഓരോ കാര്യങ്ങളും പ്രേക്ഷകരിലെത്തിക്കാൻ ഇന്നുണ്ടാകും. ആ ദുരന്ത ഭൂമിയിൽ ഉണ്ടാകും. അവിടെ നിന്ന് തത്സമയ കാഴ്ചകൾ കാണാൻ പറ്റും. ഈ വാഹനം ഈ വാഹനമാണ് മൽപ്പയുടെ വാഹനമാണ്. ഇപ്പോൾ എനിക്ക് പിറകിൽ കാണുന്ന ഈ വാഹനം. ഇതിനകത്ത് ഇന്ന് ഈ തെരച്ചിലിന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളുമായാണ് മൽപ്പ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ മൽപ്പ ഈ തെരച്ചിലിനായി പുറപ്പെടും. നമ്മളും മൽപ്പയുടെ കൂടെ ഈ സംഘത്തിൽ നമ്മളും ചേരും. എൽദോ റൈറ്റ്. കെ വി ബൈജു എന്തായാലും യശ്വന്ത് മൽപ്പ അല്പസമയത്തിനകം അവിടെ നിന്ന് ഇറങ്ങും. ഇപ്പോൾ താമസിക്കുന്ന ഹോട്ടലിനാണത്. അവിടെ നിന്ന് ഇറങ്ങി ആ ദുരന്തം നടന്ന പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് അവിടെ ഇന്ന് മുങ്ങി പരിശോധന നടത്തും. ഒപ്പം NDRF നാവികസേനയും ഒക്കെ പരിശോധനയുടെ ഭാഗം ആവുകയും ചെയ്യുന്നുണ്ട്.